ഭയങ്കര വിഷമോ. ഇത് കോവിഡ് സമയം ആയതുകൊണ്ട് എനിക്ക് ന്യൂയോർക്കിൽ പോകാൻ പറ്റിയില്ല. അതായിരുന്നു എൻ്റെ വിഷമം. ന്യൂയോർക്കിലാണ്. അപ്പം അതും ഓപ്പണിംഗ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ടു ലാസ്റ്റ് ഡേ ആണല്ലോ സെറിമണി. അത്രയും ദിവസം എനിക്ക് ന്യൂയോർക്കിൽ കിട്ടിയത്. ഞാനിങ്ങനെ ആ സമയത്ത് കോവിഡ് ഇങ്ങനെ മറ്റേ വെറുത്തിട്ടിരിക്കുക. എൻ്റെ ന്യൂയോർക്ക് എല്ലാം എനിക്കിപ്പോൾ മറ്റേ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷമൊന്നുമല്ല, എനിക്ക് ന്യൂയോർക്കിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം കൂടുതലുണ്ടായിരുന്നത്. അച്ഛനായിരുന്നു കൂടുതൽ മീൻസ് കിട്ടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അച്ഛന് ഭയങ്കര കിട്ടും കിട്ടും. ഞാൻ അച്ഛൻ ബാക്കി കുറെ ആക്ടേഴ്സ് ഉണ്ട് നോമിനേഷൻ, എൻ്റെ മൂക്ക് തന്നെ കിട്ടും എന്നൊക്കെ അച്ഛൻ. ഈ ഒരു സിനിമയിലായിരുന്നു മധുസാറിൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ആ ഒരു അഭിനയ രീതിയൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു ഒബ്സർവ് ചെയ്തത് സാറിനെ? കുറച്ച് ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ക് വൺ ഡേ കുറച്ചുള്ളൂ, വളരെ ചുരുക്കം ഉണ്ടായിരുന്നു. അതിൽ കാപ്പി കൊണ്ട് കൊടുക്കാൻ മാത്രമേ എനിക്ക്, അതെ, ഞാനിങ്ങനെ കാപ്പി കൊണ്ടിട്ട് നോക്കി നിൽക്കും. അതെ, അപ്പം പുള്ളിയുടെ ഈസിനെസ് ആയിരുന്നു. സോ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്കും വരുമായിരിക്കും അല്ലേ എന്നൊക്കെ. ലൈക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് വെൻ യു ഡു ദ സെയിം തിങ്, നമ്മുടെ ബോഡിയിൽ ഇറ്റ്സ് ലൈക്ക് ബ്രീതിങ് ഫോർ ഹിം. നമ്മൾ അതിലേക്ക് ഇറ്റ്സ് വെരി ഈസി ഫോർ ഹിം. ലൈക്ക് ഹി ജസ്റ്റ് കം ആൻഡ് സിറ്റ് ദെയർ നാച്ചുറലായിട്ട്. അതിങ്ങനെ ഭയങ്കര ആസ് ഈസി ആസ് ബ്രീതിങ്. സോ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഇപ്പം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ആക്ടിങ് കോച്ചും കൂടെയാണ്. ഇപ്പോൾ ഒരു അഭിനയം ശരിക്കും പഠിപ്പിക്കാനും അതുപോലെ പഠിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ശരിക്കും സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിലേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിക്കുന്നത്? ഞങ്ങൾ ഡ്രാമ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആക്ടിങ് ടീച്ചേഴ്സ് പറയുന്നൊരു സാധനമുണ്ട്, പറ്റാത്തൊരു പണിയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്ന അഭിനയം പഠിപ്പിക്കുക. ഇതിനൊരു ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഇന്ന സ്റ്റെപ്പ് തൊട്ട് തുടങ്ങും, നെക്സ്റ്റ് ഈ സ്റ്റെപ്പ് പഠിപ്പിക്കും, അടുത്ത ഈ ഡാൻസ് പഠിപ്പിക്കുന്നു, ഒരു പാത്ത് ഉണ്ട്. ആക്ടിങ്ങിന് ഇങ്ങനെ ഒരു പാത്ത് ഇല്ല. ആൻഡ് ദ ബെസ്റ്റ് വി ഹാവ് ഇസ് ലൈക്ക് കുറച്ച് മെത്തഡോളജീസ് പണ്ട് ആരൊക്കെയോ പറഞ്ഞു വെച്ചത് കൊണ്ട് അത് തന്നെ ഇല്ലല്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട്. സോ ഞാൻ ആക്ച്വലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പാത്തുകളുണ്ട് എന്ന്. ലൈക്ക് ഡ്രാമ സ്കൂളിൽ എനിക്ക് അങ്ങനെയാണ് എൻ്റെ ടീച്ചേഴ്സ് ചെയ്തു തന്നത്. ദേ ഷോഡ് ഇസ് ഡിഫറെൻറ്റ് പാത്ത് ആൻഡ് ഇറ്റ്സ് we who have to try it out and choose what works for us. അപ്പോൾ ഈ ആക്ടിങ് is both mind and body has to work. അപ്പോൾ എല്ലാവരുടെയും മൈൻഡും ബോഡിയും ഒരുപോലെ അല്ല ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കായിരിക്കും. ഇൻഡിവിജ്വലി യെസ്, ഇറ്റ് ഈസ് വെരി വെരി പേഴ്സണൽ. അതുപോലെ തന്നെ ഒരു ക്യാരക്ടറിന് വർക്ക് ചെയ്യുന്ന ടെക്നിക്ക്, ഇപ്പോൾ എനിക്കൊരു ക്യാരക്ടറിന് ഒരു ടെക്നിക്ക് വർക്ക് ചെയ്തു, അത് അടുത്ത ക്യാരക്ടറിന് എനിക്ക് വർക്ക് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ക്യാരക്ടർ, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം വി ഹാവ് ഫോർ പ്രിപ്പറേഷൻ, ഇതൊക്കെ ഡിഫറെൻറ്റ്. സോ ദ ബെസ്റ്റ് വാട്ട് ഐ ക്യാൻ ഡു ഫോർ അതേഴ്സ് ഇസ് ഗിവ് ദം ഓൾ ദ ടൂൾസ് ആൻഡ് എക്വിപ്പ് ദം വിത്ത് ദ ടൂൾസ് ആൻഡ് ദേ ഹാവ് ടു ഡിസൈഡ് വിച്ച് ടൂൾ ദേ വോണ്ട് ടു യൂസ്. ഓക്കെ. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ചില ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ട്? ഇല്ല, അങ്ങനെ ചെയ്താൽ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. ഇപ്പം നെക്സ്റ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണുള്ളത്? ഞാനിപ്പോൾ തിയേറ്റർ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നാളെ റിലീസ് കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ പോവാ ഷോയ്ക്ക്. വേറെ ഫിലിമിൻ്റെ എന്തെങ്കിലും? ഇല്ല, ഫിലിമിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആക്ച്വലി നാരായണിയാണ്. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിലൊരു പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ് അതുപോലെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഗാർഗിയുടെ ഒരു ലൈഫിനെ ഒരു വൺ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ലൈഫിനെ വൺ ലൈനിൽ ഡിഫൈൻ ചെയ്യാൻ ഇതുവരെയുള്ള എൻ്റെ ലൈഫിനെയാണോ അത് അങ്ങോട്ടുള്ള എൻ്റെ ലൈഫ് എന്തുവാകാം? അയ്യോ, അങ്ങനെ എങ്ങനെയാ പറയുക? അതെങ്ങനെ ഒരു മനുഷ്യനെയൊക്കെ വൺ ലൈനിൽ ഡിഫൈൻ ചെയ്ത് പറ്റില്ല? എനിക്കറിയില്ല. അങ്ങനെ എന്നോട് 10 വാക്കി പറയാനേ എനിക്കറിയില്ല. ഇറ്റ്സ് സോ ഹാർഡ് ടു നോ ourselves. അത് പറഞ്ഞ് നമുക്ക് സ്വയം നമുക്ക് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എത്ര അറിയാമെന്ന് വെച്ചാലും വീണ്ടും ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ വിൽ ഫൈൻഡ് ന്യൂ തിങ്സ് അബൌട്ട് ourselves. So I think life is a beautiful journey of surprises. Yeah, I think so. ഓക്കെ, ബ്യൂട്ടിഫുൾ ആൻസർ. സോ
നാരായണീൻ്റെ 3 ആൺമക്കൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. സോ ഇത്രയും നേരം നമ്മുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.